കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവർ ടെന്റ് അടിച്ച് താമസിച്ചു. അതിന് ഇവരെങ്ങനെയാണ് ആചരിച്ചത്? അതാണ് നമ്മൾ അറിയേണ്ടത്. കൂടാരമടിച്ച് താമസിച്ചത് ഇപ്പോൾ അല്ലെങ്കിൽ ആ കർത്താവിന്റെ കാലത്ത് അവരെങ്ങനെയാണ് ആ പെരുന്നാൾ ആഘോഷിച്ചത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. എങ്ങനെയാണ് അവർ ആഘോഷിച്ചത് എന്നറിയണം. അവരുടെ ആചാര രീതി അറിയണം. എന്നാലേ പല കാര്യങ്ങളും കർത്താവ് തൻ്റെ വായിൽ നിന്ന് ഉച്ചരിച്ച വളരെ പ്രശസ്തമായ ദൈവീക വചനങ്ങളുടെ പൊരുൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കർത്താവ് വെറുതെ ഒന്നും കയറി പറയില്ല. പറയുന്നതിന് മുമ്പ് ഒരു സാഹചര്യം കാണും. ആ സാഹചര്യം എന്താണെന്നുള്ളത് ഈ കൂടാരപ്പെരുന്നാളിന്റെ ആചാര രീതികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്കുള്ള യാത്ര മധ്യേ അവർ വിവിധ സ്ഥലങ്ങളിൽ കൂടാരമടിച്ചിരുന്നു. അപ്പോൾ ആ പെരുന്നാൾ അവർ എങ്ങനെ ആഘോഷിക്കണമെന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായം 39 മുതൽ താഴോട്ട് വായിച്ചാൽ അത് മനസ്സിലാവും. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 39 മുതൽ വായിച്ചു. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. അപ്പോൾ ഈ കൂടാര പെരുന്നാളും 7 ദിവസമാണ്. 7 ദിവസം. അപ്പൊ 7-ാം ദിവസമാണ് അവസാനത്തെ ദിവസം. ഇനി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിന്റെ ഒരു ഫസ്റ്റ് പീസ് മാത്രം വായിച്ചു നോക്കി. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ മതി ബാക്കി വായിക്കണ്ട. അപ്പോൾ 7 ദിവസമുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എന്നവിടെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടാര പെരുന്നാളിന്റെ 7-ാം ദിവസം എന്നാണ് അർത്ഥം. ഈ 7 ദിവസവും ഇവർക്ക് വിവിധ ആചാര രീതികളുണ്ട്. ആചാര രീതി എന്ന് പറഞ്ഞാൽ പെസഹായ്ക്ക് ഇവർ കൂടുന്നത് പോലെ തന്നെ അപ്പനും മക്കളും ഒക്കെ ഒരുമിച്ചിരിക്കും. അവിടെ അപ്പൻ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അതെല്ലാ പെരുന്നാളിനും ഉണ്ട്, പെസഹായ്ക്ക് മാത്രമല്ല. പെസഹായ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ഓർഡറുണ്ട്. അത് യഹൂദന്മാരുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ആ ചോദ്യം ചോദിക്കണം, ഇങ്ങനെ തന്നെ ചോദിക്കണം, ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെ തന്നെ അടുത്ത ചോദ്യം ചോദിക്കണം, ഇങ്ങനെ തന്നെ പറയണം. ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ 1-ാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കണം, അത് കഴിഞ്ഞ് 2-ാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കണം. ഇങ്ങനെ ഒരു ഓർഡർ കൃത്യമായി പെസഹായിക്കൊണ്ട്. ഇതിനും ഓർഡറുകളുണ്ട്. പക്ഷേ ഈ കാര്യം എന്തിനാണ് കൂടാര പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത് എന്ന് അപ്പൻ മക്കളോട് പറഞ്ഞു കൊടുക്കണം. മക്കൾ ചോദിക്കും, അപ്പച്ച എന്തിനാണ് ഇതിങ്ങനെ നടത്തുന്നത്? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കൊടുക്കും, നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ വിവിധ സ്ഥലങ്ങളിൽ കൂടാരമടിച്ചിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പക്ഷെ അത് എങ്ങനെ ആചരിക്കണമെന്ന് ബാക്കി ഭാഗം വായിച്ച്. ആദ്യ ദിവസം ഭംഗിയുള്ള അതെ ഓക്കെ ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശബത്താണ്. അപ്പോൾ ഇത് ശബത്തിലാണ് തുടങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ശബത്ത് എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ്. ആ ശബത്തിൽ സ്വസ്ഥതയാണ്. സ്വസ്ഥതയോടുകൂടി ഇത് ആരംഭിക്കണം. എല്ലാം സ്വസ്ഥതയോടുകൂടി ആരംഭിക്കണം. എന്നിട്ട് 8-ാം ദിവസവും വിശുദ്ധ സ്വസ്ഥത. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആരംഭിക്കുന്നത് സ്വസ്ഥമായിട്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവിലാണ് ആരംഭിക്കുന്നത്. മാമോദീസ നമ്മൾ ഏൽക്കുമ്പോൾ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനമാണ്. വി ആർ ഗോയിങ് ടു റെസ്റ്റ് ഇൻ പീസ്. ഖബറിൽ എഴുതി വെക്കേണ്ട സാധനമല്ല, അതൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ടേക്ക് റെസ്റ്റ് ഇൻ പീസ്. ഇനിയും ഖബറിൽ എഴുതി വയ്ക്കുന്നതിന് ന്യായീകരിക്കാവുന്നത് മാമോദീസയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറയും. കാര്യം എന്താണ്? മാമോദീസയിൽ എന്താണ് സംഭവിക്കുന്നത്? നാം അവനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ ഒരു ബേസിൽ നിങ്ങൾ വേണമെങ്കിൽ ഖബറിൽ എഴുതി വെച്ചു.
ഐ ആം റെസ്റ്റിംഗ് ഇൻ പീസ്. അല്ലാതെ ഞാൻ മരിച്ചു പോയതുകൊണ്ടാണ് ഐ എം റെസ്റ്റിംഗ് ഇൻ പീസ് എന്നല്ല. വി ആർ ഓൾവേസ് റെസ്റ്റിംഗ് ഇൻ പീസ്. ശബത്ത് എന്ന് പറയുന്നത് ഒരു അടയാള ദിവസമാണ്. ബാക്കി ദിവസം ശബത്തല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞായറാഴ്ച തുടങ്ങിയ ശബത്ത് അടുത്ത ഞായറാഴ്ച വരെ എല്ലാ ദിവസത്തെയും ശബത്താചരണത്തിനുള്ള ആത്മീയ സ്രോതസ് അല്ലെങ്കിൽ ആ ആത്മീയ എനർജി നമുക്ക് ലഭിക്കുവാനുള്ളതാണ്. എല്ലാ ദിവസവും യേശുവിനൊപ്പം, അതാണ് ശബത്ത്. അല്ലാതെ ഞായറാഴ്ച മാത്രം കുർബാന കൈക്കൊണ്ടിട്ട് ഇന്നങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞായറാഴ്ച മാത്രം എല്ലാവരും വലിയ ഭക്തന്മാരാണ്. തിങ്കളും ചൊവ്വായും ശനി വരെയും നമ്മൾ വെറും ലൗകികരായി പോവുകയാണ്. നമ്മുടെ വാക്കുകൾക്കോ നോട്ടങ്ങൾക്കോ ചിന്തകൾക്കോ ഒന്നിനും ഒരു പരിശുദ്ധിയുമില്ല. വലിയ അപകടമാണ് അത്. ഞാൻ എൻ്റെ പൗരോഹിത്യ വർഗത്തോടാണ് പറയുന്നത്, എന്നോടാണ് പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇത് വലിയൊരു അപകടമാണ്. ഇതാണ് പിശാച് ഇങ്ങനെ മയക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പോയാൽ മതി. എന്നിട്ട് ഞായറാഴ്ച ആകുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മളൊന്ന് ഇത് നാളെ കുർബാനയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ, പള്ളിയിൽ പോകണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ചെറിയ ഒരു ഒരുക്കമൊക്കെ നടത്തും എന്നുള്ളതല്ലാതെ ഇതിനുള്ള പരാജയം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് പുറമോട്ട് പോയിട്ട് പിന്നെ പതുക്കെ ഒന്ന് മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്നത് നമ്മൾ വീണ്ടും പുറമോട്ട് പോകുന്നു. ഈ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരാതെ അടുത്ത വിശുദ്ധി പ്രാപിക്കാനുള്ള ആഗ്രഹവും വരില്ല, വളരുവാനായിട്ട് സാധിക്കത്തുമില്ല. എന്തോ ഈ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പാപകരമായ ചിന്തകൾ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുവെന്ന് നമുക്ക് തന്നെ പരിശുദ്ധാത്മാ ബോധ്യപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ദൈവത്തോട് അടുക്കുന്നു എന്നാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അധികം കാര്യങ്ങളുണ്ട്. അങ്ങനെ അടുക്കുമ്പോൾ തന്നെ പിശാച് ഞാൻ കൊള്ളാവുന്നതിനാണ്, ഞാൻ എല്ലാമായി എന്നൊരു തോന്നലൊക്കെ ആത്മീയമായി തന്നെ വരുവാനുള്ള സാധ്യത വേറെയുമുണ്ട്. അതുകൊണ്ടാണ് ഈ മാത്യൂസ് ബാബുജിന്റെ പ്രാർത്ഥനയിലെല്ലാം കർത്താവെ അടിയൻ മഹാപാപിയാവുന്നു. ഏതാ മൗനം ഇരിക്കുന്ന ആ മൂർധന്യത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ ഞാൻ മഹാപാപിയാവുന്നു. കാരണം ഇത് പ്രാഭവത്തെ അറിയുന്തോറും എൻ്റെ ചെളി കൂടുതൽ വ്യക്തമായി വരുവാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ആരാധനകളിലും പ്രാർത്ഥനകളിലും എല്ലാം ഞാൻ ബലഹീനനും പാപിയുമായ ദാസനാകുന്നുവെന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പട്ടക്കാരനും പറയുന്നത്. ഏതാ കർത്താവിൻ്റെ തിരുശരീരം കൈകളിൽ എടുത്ത് വെച്ചുകൊണ്ട് പറയാണ്, ഞാൻ മഹാപാപിയായ ദാസനാകുന്നു. കാരണം എല്ലാം കർത്താവിൻ്റെ യോഗ്യതയിൽ മാത്രമേ നമ്മൾക്ക് പൂർത്തീകരണമുള്ളൂ. നമുക്ക് വാക്യത്തിലേക്ക് വരാം. അപ്പോൾ സ്വസ്ഥത എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ആചരിക്കേണ്ടതാണ്. മാമോദീസയിൽ തുടങ്ങിയ സ്വസ്ഥത സമാധാനത്തോടുകൂടി നമ്മൾ പൂർത്തീകരിച്ചാൽ നമ്മൾ തുടക്കവും ഒടുക്കവും സ്വസ്ഥതയാണ്. തുടക്കവും ഒടുക്കവും സ്വസ്ഥതയാണ്. ഇടയ്ക്കുള്ള ദിവസവും ഇടയ്ക്കുള്ള കാലങ്ങളിലും നമ്മൾ സ്വസ്ഥരായിരിക്കണം. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാണ്? നിങ്ങൾക്ക് സമാധാനം. അതേ ഉള്ളൂ. എൻ്റെ ഇപ്പുറത്ത് വേറൊരു വാക്കും കൂടി ഉപയോഗിച്ചിരുന്നു, ഭയപ്പെടണ്ട. ഈ രണ്ട് വാക്കാണ് എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് നിങ്ങളോടെ, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ സ്വർഗത്തിലേക്ക് പോയാലും നിങ്ങളോട് കൂടെയുണ്ട്. ബലിവേദിയുടെ ക്ലാസ്സിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ ആ സ്വർഗാരോഹണത്തെ പറ്റി നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാന എലവേറ്റ് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്തെ പ്രാർത്ഥന എന്താണ്? കർത്താവ് സ്വർഗത്തിലേക്ക് പോവുകയാണ്, നമ്മൾ അവനോടുകൂടെ സ്വർഗത്തിലേക്ക് കരയേറുകയും ചെയ്യുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയില്ലേപ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ ആ വചനം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രാർത്ഥന ഉണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു യേശുവിൽ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കിയെടുത്ത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചു കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു.
ഇത് കൊലോസ്യർ 3:1 ബന്ധപ്പെടുത്തി നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇതിന് തത്തുല്യമായൊരു പ്രാർത്ഥന ഇന്നത്തെ പ്രീമിയം സദറായിൽ വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. തൊണ്ടയ്ക്ക് ഇന്ന് വലിയ പ്രശ്നം. സ്ലീബ മരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും എന്ന് തുടങ്ങുന്ന തക്സായിൽ തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയിൽ സ്വർഗത്തിലേക്ക് കയറി ഞങ്ങളെ അവിടെ ഇരുത്തുകയും ചെയ്തുവല്ലോ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. തക്സായ എടുത്തുകൊണ്ട് വരണോ? വേണ്ട. എന്താണ് പ്രാർത്ഥനയുടെ സാരാംശം? അതാണ്. എടുത്തുകൊണ്ട് വരാം. ആ പ്രാർത്ഥനയൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇന്ന് വായിച്ച പ്രമേയം ഇതാണ്. സ്ലീബ മരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തൻ്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തതിനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണത്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അനുഷ്ഠിക്കുമ്പോൾ അവനോടൊപ്പമാണ്. സ്വർഗത്തിലേക്ക് കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡലങ്ങളും, ദേഹം ഇവിടെ ഉണ്ട്, പക്ഷെ ദേഹി ആത്മമണ്ഡലങ്ങൾ അവനോടൊപ്പം സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ഈ ദേഹം ഇവിടെ തന്നെയാണ്. ദേഹത്തിന് സ്വർഗീയ അനുഭൂതിയുണ്ട്. ശ്രദ്ധിച്ചോളണം, ദേഹം ഇവിടെ തന്നെയാണ്. ദേഹത്തിന് ദേഹി സ്വർഗത്തിലിരിക്കുന്നതുകൊണ്ട് ദേഹം അതിൻ്റെ സന്തോഷത്തിൽ സൗഖ്യമുള്ളതായി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദേഹം ഇവിടെ ആയതുകൊണ്ട് പിതാക്കന്മാർ അടുത്ത പ്രാർത്ഥന പറയുകയാണ്, കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചനായ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ വിലയേറിയ പങ്കപ്പാടുകൾ മൂലം ലോകത്തെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനാകുന്ന ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. ഇത് കർത്താവ് സ്വർഗത്തിൽ പോയാലും നമ്മോടുകൂടെ. നമ്മളുടെ യാത്ര, നമ്മുടെ ആത്മദേഹികളുടെ യാത്ര കർത്താവിനൊപ്പമാണ്. അപ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും സ്വസ്ഥതയിലാണ്. ഇനി കൂടാരപ്പെരുന്നാൾ എങ്ങനെയാണ് ആചരിക്കുന്നത് നോക്കി താഴോട്ട് വായിച്ച് 40. ആദ്യ ദിവസം എന്ത് ചെയ്യണം? ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആട്ടിലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കേണ്ടതാണ് എല്ലാ ഉത്സവങ്ങളും. നമ്മൾ പെരുന്നാളുകൾ നടത്തുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിലാണോ സന്തോഷിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എല്ലാ പെരുന്നാളുകളും ആഘോഷിക്കുവാനുള്ളതാണ്. പക്ഷെ ആഘോഷം പരിശുദ്ധാത്മാവിലായിരിക്കണം. ദുഃഖവെള്ളിയാഴ്ച പോലും ആഘോഷിക്കണമെന്നാണ് പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നമ്മൾ കുരിശെടുത്ത് ആഘോഷിച്ചുകൊണ്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? പറുദീസാമധ്യേ നട്ടോരേതൻ തന്നിലെ ജീവമരം തന്നുടെ പൂജാ ദിവസത്തിൽ പാരും വാനും പുരുമോതാൽ പെരുന്നാൾ ഘോഷിച്ചിടുന്നു. പെരുന്നാൾ ഘോഷിച്ചിടുന്നു. ഇത് പെരുന്നാളാണ്. അതൊക്കെ വെള്ളിയാഴ്ച. അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ നിറയണം. ശ്രീബ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കാൽവറി ഗോകുൽത്തായിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ നമ്മുടെ കൈകളിൽ, പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി ആ കുരിശെടുത്ത് കൈകളിൽ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ആ മരിച്ച കർത്താവിനെ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എടുത്ത് ഉയർത്തണം. എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്. അത് അവിടെയാണ് ആത്മാവ് നിറയുന്നത്. പെരുന്നാൾ അവിടെ ആ പരിശുദ്ധാത്മാവിൽ അങ്ങനെ ഘോഷിച്ചിട്ട് വേണം പുറത്തുള്ള ആഘോഷങ്ങളൊക്കെ നടത്താൻ. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം കുഴപ്പം? പുറത്തുള്ള ആഘോഷങ്ങളിൽ ലൗകികമായ മായങ്ങൾ കലരും. മദ്യപിച്ചിട്ട് റാസയിൽ നടക്കുവാൻ നമുക്ക് പ്രചോദനം കിട്ടും. റാസയ്ക്ക് വലിയ ആർഭാടങ്ങളും വലിയ പ്രദർശനങ്ങളും ടാബ്ലോകളും ഡിസ്കോകളും ഒക്കെ കാണിക്കണമെന്ന് തോന്നും. ആരാധനയ്ക്ക് പരിശുദ്ധാത്മ മാത്രം ഇല്ല. ഇത് അപകടമാണ്. എല്ലാ സഭകൾക്കും പറ്റിയിട്ടുള്ള തകരാറാണിത്. ഈ പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് കിട്ടുന്നില്ല. ഏത് പെരുന്നാളും പരിശുദ്ധാത്മാവിൽ ആഘോഷിച്ചാൽ പരിശുദ്ധാത്മാവ് പറയും എവിടെയൊക്കെ എന്തെല്ലാം ചെയ്യണമെന്ന്.
ഇത് നമ്മളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എന്നാ പിന്നെ ഇനിയിപ്പോൾ കുർബാനയോടല്ല ഉള്ളോ, നീ അതുകൂടെ അങ്ങ് തീർത്തേക്കാം. അതിന് കുറച്ച് ഭക്തന്മാരായ ആൾക്കാരുണ്ട്, അവർ പള്ളിയിലൊക്കെ നിൽക്കും, ഞങ്ങളിങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് അധപ്പതിച്ചതിൻ്റെ കാരണം ലൗകികമായ സുഖങ്ങളിലേക്ക് പിശാച് നമ്മളെ വലിച്ചിട്ടിരിക്കുകയാണ്. പണം വർദ്ധിച്ചു, അത് തന്നെയാ കാര്യം. അത് നമുക്കറിയാൻ പറ്റും. പള്ളികളിൽ ചെല്ലുമ്പോഴേ നമുക്കറിയാം അവിടെ ആത്മവ്യാപാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പള്ളികളിൽ നിന്ന് മാത്രമല്ല, അത് വീടുകളിലായാലും കുടുംബങ്ങളിലായാലും എവിടെയാണെങ്കിലും ഒരു പ്രദേശത്ത് ചെന്ന് കയറുമ്പോൾ അവിടെ ദൈവാത്മാ വ്യാപാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവാത്മാവുള്ളവന് തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ അവനത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 7 ദിവസവും ഇവര് കർത്താവിൽ സന്തോഷിച്ചിരുന്നു, യേശുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അവർ സന്തോഷിച്ചിരുന്നു. ഇനി ബാക്കി 41-ാം വാക്യം, സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം. എല്ലാ വർഷവും ഇത് ആചരിക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. അപ്പൊ ഏത് വർഷം ഏത് മാസമാണെന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത വചനം വായിച്ചേ. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ വീടുകളിലെല്ലാം മാറി അവരൊരു ചെറിയ ടെൻ്റ് അടിച്ചിട്ട് ഈ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ഈ ദേവാലയത്തിൽ വന്ന് ഈ പെരുന്നാൾ അവർ 7 ദിവസവും ആചരിക്കുമായിരുന്നു. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. അപ്പോൾ ഈ കർത്താവിന്റെ കാലമായപ്പോഴത്തേക്കും ചില ആചാരങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. ആചാരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് ഈ സ്ട്രീറ്റുകൾ മുഴുവൻ ദീപനാളങ്ങളാൽ അവർ അലങ്കരിക്കും. നമ്മുടെ ഒരു ദീപാവലിയാണ് കൂടാര പെരുന്നാൾ. മനസ്സിലായോ? നമുക്ക് ഈ കേരളത്തിലുള്ളവർക്ക് ഈ ദീപാവലിയുടെ ഒരു പ്രാധാന്യം അത്ര അറിഞ്ഞുകൂടാ. നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതി. ദീപാവലി എന്ന് പറഞ്ഞാൽ മഹാ ഉത്സവമാണ് നോർത്ത് ഇന്ത്യയിൽ. ഹോളി, ദീപാവലിയൊക്കെ അവരുടെ വലിയ ഉത്സവങ്ങളാണ്. ദീപാവലിയുടെ അന്ന് പോയി നോക്കിയാൽ വെള്ളത്തിൽ വരെ അവർ തിരി കത്തിച്ചു വയ്ക്കും. കുളം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ പിന്നെ കപ്പ് പോലുള്ള ചിരട്ട പോലുള്ളതിനകത്ത് എണ്ണയൊക്കെ വെച്ച് ദേശം മുഴുവൻ പ്രകാശിതമായിരിക്കും. അങ്ങനെയുള്ളൊരവസരത്തിലാണ് കർത്താവ് ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇത് മനസ്സിലാക്കി പറഞ്ഞ് തരണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ സാഹചര്യം പറയണം. കൂടാരപ്പെരുന്നാളിനാണ് ഇത് പറഞ്ഞത് എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഈ പെരുന്നാളുകളെ പറ്റി പറയണം. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് പെസഹായുടെ കാര്യവും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കാര്യവും എല്ലാം വളരെ കൃത്യമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ പ്ലാൻ ചെയ്ത് പറയുന്നത്. കാരണം ഈ സുവിശേഷം യോഹന്നാൻ ശ്ലീഹ എഴുതുമ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ തൻ്റെ ചെറുപ്പകാലത്ത് ഒരു നൊസ്റ്റാൾജിയ പോലെ, അതിനപ്പുറമായിട്ട് ഈ അകമഴിഞ്ഞ സ്നേഹവും, ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് ഇത് എഴുതുമ്പോൾ ഇത് കൃത്യമായ ആ വേദശാസ്ത്രപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അദ്ദേഹം ഇതിരുന്ന് പരിശുദ്ധാത്മാവിൽ എഴുതുന്നത്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അപ്പത്തിൻ്റെ കാര്യം ആണ് മുഴുവൻ പറയുന്നത്. പക്ഷെ അതിന് തുടങ്ങുന്നത് അഞ്ചപ്പത്തിൻ്റെ അത്ഭുതം പറഞ്ഞിട്ടാണ്. അപ്പം ആ അത്ഭുതത്തിനകത്ത് മറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ എന്തിന് കർത്താവ് അത് ആ അഞ്ചപ്പത്തിൻ്റെ ആ ശുശ്രൂഷ നടത്തി എന്നുള്ളത് ഇതിനായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് സാക്ഷിച്ചിട്ടുള്ളത്. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും അത്ഭുതത്തിൻ്റെ കഥ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. യോഹന്നാൻ ശ്ലീഹ പക്ഷെ പറഞ്ഞുകൊണ്ട് വരുന്നത് എങ്ങോട്ടാണ്? ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് ആ ഇൻസിഡന്റ് പിടിച്ച് എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് നമ്മൾ 6-ാം അധ്യായം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അതങ്ങ് വിശുദ്ധ കുർബാനയും കുർബാനയുടെ ശ്രേഷ്ഠതയിലും അതുകൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവിടെ അടുത്ത പെരുന്നാളിനെ പറ്റി പറയുക, കൂടാര പെരുന്നാൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ദേശം മുഴുവൻ, യെരുശലേം ദേവാലയം മുഴുവൻ,
വീടുകൾ മുഴുവൻ, അവരിയ്ക്കുന്ന പരിസരം മുഴുവൻ സർവത്ര ദീപാലങ്കാരങ്ങളാൽ ശോഭിതമായിരിക്കും. അങ്ങനെ ദേശം മുഴുവൻ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ആ രാത്രിയുടെ ഒരു യാമത്തിലാണ് യേശുദാൻ പറയുന്നത്, എൻ്റെ മക്കളെ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. അവർക്കത് മനസ്സിലായില്ല അന്നേരം. ഇനി മറ്റൊരു കാര്യം ഈ കൂടാരപ്പെരുന്നാളിലുള്ളത്, ഇവർക്കൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലും കൂടെ ആയിരുന്നു അത്. പെന്തിക്കോസ്തിയിൽ ഹാർവെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ വിളവുകളെല്ലാം ദേവാലയത്തിൽ കൊണ്ടുവരും. അതിവിടെ ദൈവം മോശയോട് കൽപ്പിക്കുന്ന ആ കാര്യത്തിൽ അതുണ്ട്. 40-ാം വാക്യത്തിൽ ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈന്തപ്പനകളുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. 7 ദിവസം സന്തോഷിക്കണം. അപ്പോൾ ഇത് അവരുടെ എല്ലാ ഫലങ്ങളും എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല, അവർക്ക് ദൈവം നന്മ ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ദേവാലയത്തിൽ വന്ന് നന്ദി പറയുകയും വീടുകളിൽ കൂടാരങ്ങൾ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന 7 ദിവസമാണിത്. ഇപ്പോൾ ഒരാൾക്കൊരു കുഞ്ഞുണ്ടായി, സന്തോഷിക്കുകയാണ്. ആ കൂടാരപ്പെരുന്നാളിന് അതിനുവേണ്ടി സന്തോഷിക്കുകയാണ്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു ജോലി കിട്ടി, അന്നങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു ജോലി കിട്ടി എന്ന് വിചാരിക്കുക, സന്തോഷിക്കുകയാണ്. എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും സന്തോഷിക്കുന്ന ഒരു മഹാ ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ. പെന്തിക്കോസ്തി, കൂടാരപ്പെരുന്നാൾ, പെസഹ, ഇത് മൂന്നും ഒരേ നിലവാരത്തിൽ പ്രാധാന്യമുള്ളതാണ്. അവരുടെ ആഘോഷങ്ങൾ 7 ദിവസമാണ്. പെന്തിക്കോസ്തി 7 ദിവസമാണ്. 7 ദിവസം എന്ന് പറഞ്ഞാൽ 8 ദിവസം, പൂർത്തീകരിക്കുന്ന 8-ാം ദിവസം. പെസഹായും 8 ദിവസമാണ്. ഇത്ര ഭംഗിയായിട്ട് ആഘോഷമായിട്ട് ആചരിക്കുന്നു. അവർ ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ കൂടാരപ്പെരുന്നാളിൽ ഇവർ കൊണ്ടുവരുന്ന ഈ വൃക്ഷ ഫലമൂലാദികളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ദൈവത്തിന് കൊടുക്കുന്ന പ്രത്യേക ആരാധന രീതി തന്നെയുണ്ടായി. അവരെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കും. ദൈവമാണ് മഴ തന്ന് വിത്തിനെ വിളയിച്ചത് എന്നവർ ഏറ്റുപറയുമായിരുന്നു. അത് യെശയ്യാ, അവർ ചൊല്ലുന്ന ഒരു വാക്യമുണ്ട് ആ സമയത്ത്. അത് യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാം വാക്യം ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരത്തും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. ഇത് അവർ ചൊല്ലുന്ന ഒരു വാക്യമാണ്. ഈ വാക്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം പഠിക്കേണ്ടിയിരിക്കുന്നു. മഴ പെയ്യാണ്, ഹിമവും ദൈവം തരുന്നതാണ്. അത് പെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെയാണ് എൻ്റെ വചനമാകുന്ന വിത്തും. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളതൊക്കെയും പ്രവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. ഇനിയും ഇവിടെ ഒരു അപകടം കിടപ്പുണ്ട്. മഴ പെയ്താൽ ഭൂമി നനയും, വിത്തുണ്ടാകും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനവും ഒരു വിത്താണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ തലങ്ങൾ നനച്ചു കഴിയുമ്പോൾ ഈ വിത്ത് മുളയ്ക്കണം. പരിശുദ്ധാത്മാവെന്ന വിത്ത് അല്ലെങ്കിൽ വചനമാകുന്ന വിത്ത് മാമോദിസയിൽ നമ്മുടെ ഉള്ളിൽ ഇട്ടല്ലോ. എന്താ മുളയ്ക്കാത്തത്? എന്താണ് മുളയ്ക്കാത്തത്? പലരുടെ ഉള്ളിൽ മുളച്ചിട്ടില്ല, മുളയ്ക്കുന്നില്ല. വിത്ത് പാകിയിട്ടുണ്ട്, മഴയും കൊടുത്തിട്ടുണ്ട്, പക്ഷെ മുളയ്ക്കുന്നില്ല. നമുക്കെടുക്കാം എബ്രായ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു. ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും
വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വചനവുമാവും. എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം ഇതുപോലെ വന്ന് വീണു കഴിഞ്ഞാൽ വിളഞ്ഞ് തിന്മാൻ രുചിയുള്ള ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷമായിട്ട് വളരുന്ന ഒരു ജീവവൃക്ഷം ഈ വചനമാവുന്ന വിത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വളർന്നു വരണം. മനസ്സിലായോ? ജീവവൃക്ഷം ഏദൻ തോട്ടത്തിന്റെ നടുക്ക് നിന്നതാണ്. ആ ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു അടയാളമാണ് സമാഗമ കൂടാരം. അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രാകാരത്തിൽ ഇരിക്കുന്നത് ജീവവൃക്ഷമാണ്. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന വചനമാകുന്ന യേശുമ്പുരാൻ ജീവവൃക്ഷമാണ്. എന്നാൽ അത് വീണ്ടും പൊരുളായി ഈ സമാഗമന കൂടാരം നമ്മുടെ ശരീരമായിട്ട് മാറുമ്പോൾ നമ്മുടെ ആത്മാവാണ് ഈ അതിവിശുദ്ധ സ്ഥലം. ആ ആത്മാവിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന ജീവവൃക്ഷമാണ്. പക്ഷേ പലരുടെയും ആത്മാവിന്റെ ഉള്ളിൽ ഇത് ഉണങ്ങിയിരിക്കുകയാണ്, വളർന്നിട്ടില്ല. അതിന്റെ കാരണം ഈ എബ്രായലേഖനത്തിലാണ് പറയുന്നത്. ഒന്നും കൂടെ വായിച്ചേ. പലപ്പോഴും പെയ്ത മഴ, മഴ പെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ മഴ പെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ വിശുദ്ധ കുർബാന കൊള്ളുന്നുണ്ട്, കൂദാശകളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്, മഴ കർത്താവ് പെയ്യിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വൃക്ഷം വളരുന്നില്ലെന്നേ. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതെന്താണ്? അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യങ്ങളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, മഴ വീണാൽ ഈ മഴ കൊണ്ട് തന്നെ മുള്ളും വളരാം. കാരണം ഇത് ദൈവം സൃഷ്ടിച്ചതല്ല, പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് മുള്ളും പറക്കാരി. ശാപഗ്രസ്തമായ ഭൂമിയിൽ പറയാമോ? മുള്ളും പറക്കാരി ഉണ്ടായി വന്നതാണ്, ദൈവം ഉണ്ടാക്കിയതല്ല. അതായത് പാപത്തിൽ നമ്മൾ വീണുപോയാൽ നമ്മളുടെ ഉള്ളിൽ ഈ ഒരു മുള്ളും പറക്കാരെ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ വിത്ത് അവിടെ കിടക്കും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വരുമ്പോൾ മുളയ്ക്കുന്നത് ഈ വിത്തായിരിക്കും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മഴ തരും ദൈവം. മഴ തരുന്ന സമയത്ത് മുളയ്ക്കുന്നത് ചിലപ്പോൾ ഇത് ആകാനുള്ള സാധ്യതയുണ്ട്. പത്രോസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഞെരിഞ്ഞില് മുള്ളും മുളച്ചു. 3.5 കൊല്ലവും വചനവും കേട്ടോണ്ടാണ് നടന്നത്. യൂദാസിന്റെ ഹൃദയത്തിൽ ഇതേ മുളച്ചുള്ളൂ. പത്രോസിന്റെ ഹൃദയത്തിൽ അപ്പുറത്തൊരു ജീവവർഷവും കൂടെ മുളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ചെറിയതായിട്ട് അതിന്റെ അടിയിൽ കൂടെ ഒന്ന് മുളച്ചു വന്നു. കർത്താവ് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് അവൻ കണ്ണീരിനാൽ അതിനെ കരിയിച്ചു കളഞ്ഞു. യെശയ്യാവിന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഒരു തീയായും അവന്റെ വെളിച്ചം ഒരു ജ്വാലയുമായിരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് നിന്റെ മുള്ളും പുറക്കാരെയും ദഹിപ്പിച്ചു കളയും. അത് കത്തണമെങ്കിൽ അതിന്റെ റോ മെറ്റീരിയലാണ് നമ്മുടെ കണ്ണുനീർ. അതവിടെ നിൽക്കട്ടെ. ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് പല മനുഷ്യരും അധപ്പതിച്ചു പോയത്. അനുഗ്രഹങ്ങൾ തരുന്നതിനെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കണ്ട് അതിനെ ഭവ്യതയോടെ താഴ്മയോടെ സ്വീകരിക്കാതെ അത് എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ്, അങ്ങനെയും ചിന്തിക്കാം. അങ്ങനെയൊക്കെയാണ് ഇത് വന്നത് എന്ന് നമുക്ക് തോന്നിയാൽ ഈ അനുഗ്രഹത്തോടൊപ്പം നമ്മുടെ ഉള്ളിൽ മുളച്ചു വരുന്ന ഈ അഹങ്കാരത്തിന്റെ മുള്ളും പറക്കാരെയും ഈ ജീവവർഷത്തെ കരിച്ചു കളയല്ല, അത് കരിഞ്ഞു കളയല്ല, അതിന്റെ സാധ്യത ഇല്ലാതാക്കി കളയും. നമ്മൾ പഠിച്ചില്ലേ ഈ മെഴുകുതിരിയിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അതുപോലെ, അതായത് ഒരു കവർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ബോർഡറിന്മേൽ പൊഖ പടലങ്ങൾ വന്നു കഴിഞ്ഞാൽ അകത്ത് കത്തി നിൽക്കുന്ന മെഴുകുതിരിയുടെ പ്രകാശം വെളിയിലേക്ക് വരാത്തതുപോലെ ഈ മുള്ളും പറക്കാരെയും നമ്മളിലുള്ള ദൈവിക സാധ്യതകളെല്ലാം കെടുത്തിക്കളയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പാപത്തിൽ ജീവിക്കുന്നവന് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റില്ല. കാരണം അവൻ മരിച്ചിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. ഇത്രയേ ഉള്ളു കാര്യം. അല്ല ഈ വാങ്ങിപ്പോയവരെ പറ്റി അല്ല പറയുന്നത്. പാപം വർദ്ധിക്കുന്നിടത്ത് അവിടെ എന്ത് കൂടുന്നതാണ്?
ശവമുള്ളിടത്ത് എന്ത് കൂടും? കഴുക്കന്മാർ കൂടും, കഴുകൾ കൂടും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. അനുഗ്രഹങ്ങൾ ദൈവം തരുമ്പോൾ ആ പേമാരി ദൈവിക നന്മയ്ക്കായിട്ടല്ലാതെ ഉപയോഗിക്കപ്പെടുവാനുള്ള സാധ്യത നമ്മുടെ ഉള്ളിലുണ്ട്. കൃത്യമായിട്ടല്ലേ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്ന 7-ാം വാക്യത്തിൽ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണ് വിളയിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അതേസമയം പലപ്പോഴും പെയ്ത മഴ, ഇങ്ങനെ തന്നെ വായിക്കണം, അത് പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ, അങ്ങനെയാണ് അതിന്റെ കണ്ടിന്യൂഷൻ വരുന്നത്. അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാവുന്നു, ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. ഇനി കൂടാതെ പെരുന്നാളിലേക്ക് തന്നെ തിരിച്ചു വരാം.